എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞിട്ടല്ലല്ലോ നമ്മളാരും തെരഞ്ഞെടുപ്പിന് പോകാറ്. കണക്കുകളൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്നത് അത്ര ഒരു പക്വമായ സംഗതി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. കാരണം ജനങ്ങളാണ് എല്ലാം. ജനങ്ങൾ മുമ്പിൽ വെക്കുന്നത് നമ്മുടെ നയങ്ങളാണ്. പൊന്നാനിയിൽ നിന്നും ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന അബ്ദുസ്സമദ് സമദാനിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. എന്താണ് മലപ്പുറത്ത് നിന്ന് പൊന്നാനിയിലേക്ക് എത്തുമ്പോഴൊരു പ്രതീക്ഷ? വളരെ വലിയ പ്രതീക്ഷ, ശുഭപ്രതീക്ഷ. കാരണം അത് പൊന്നാനിയുടെ ചരിത്രമാണ്, UDFൻ്റെ കൂടെ നിന്ന ചരിത്രമാണ്, UDFൻ്റെ ഉരുക്ക് കോട്ടയാണ്. എന്നെപ്പോലുള്ളൊരു എളിയ വ്യക്തിയെ സംബന്ധിച്ച് എൻ്റെ നാടാണ്. ഞാൻ മുമ്പ് MLA ആയിരുന്ന സ്ഥലമാണ്. മാത്രമല്ല നാടൊട്ടുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദേശീയ രാഷ്ട്രീയ സാഹചര്യം, കേരളത്തിലെ സാഹചര്യം ഒക്കെ അനുകൂലമാണ്. പൊന്നാനിയുടെ അനുഭവവും അതാണ്. എല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ വലിയൊരു വിജയം മലപ്പുറത്ത് കിട്ടിയതിനേക്കാൾ ഒരുപക്ഷെ വലിയ ഭൂരിപക്ഷം പൊന്നാനിയിൽ കിട്ടുമോ? കണക്കുകളൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്നത് അത്ര ഒരു പക്വമായ സംഗതി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. കാരണം ജനങ്ങളാണ് എല്ലാം. ജനങ്ങൾ തീരുമാനിക്കും, ജനങ്ങൾ നല്ല വിജയം നൽകും. പക്ഷേ നല്ല ഭൂരിപക്ഷമുള്ള വിജയം ഉണ്ടാകും. അതിന് അനുകൂലമാണ് എല്ലാ ലക്ഷണങ്ങളും, എല്ലാ സാഹചര്യങ്ങളും. മറ്റൊരു കാര്യം, അവിടെ മുൻ മുസ്ലിം ലീഗുകാരനായ ഒരു സ്ഥാനാർത്ഥിയാണ് എതിർ സ്ഥാനാർത്ഥിയെ. ഇതിലെന്താ ഉള്ളത്? എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞിട്ടല്ലല്ലോ നമ്മളാരും തെരഞ്ഞെടുപ്പിന് പോകാറ്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കോ അവരുടേതായ പല സംഗതികൾ ഉണ്ടാവില്ല. അതല്ലല്ലോ ജനങ്ങൾ മുമ്പിൽ വെക്കുന്നത് നമ്മുടെ നയങ്ങളാണ്, പരിപാടികളാണ്. ജനങ്ങൾക്കതറിയാം, UDFന് അറിയാം, നമ്മുടെയൊക്കെ പ്രവർത്തനം അറിയാം. താങ്ക് യു.